ഹെൽത്തി ബെഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ കാല. ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു സ്പെഷ്യൽ ഫ്രൂട്ടിനെ കുറിച്ചാണ്. പണ്ട് നമ്മുടെ നാട്ടിൽ ചില വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്നാൽ ഈ നഴ്സറികളിൽ നിന്നൊക്കെ ബഡ് തൈ വാങ്ങിച്ചു വെച്ച് പലയിടങ്ങളിലും കോമൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മംഗോസ്റ്റിന് നമ്മൾ മലയാളത്തിൽ കട്ടാമ്പി എന്നൊക്കെ പറയും. അപ്പോൾ ഇന്ത്യയിൽ അതിൻ്റെ സയൻറ്റിഫിക് നെയിം ഗാർസീനിയ മംഗോസ്റ്റിന എന്നാണ്. ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നല്ല കട്ടി ഇലകളിൽ കണ്ടില്ലേ, നല്ല ഡാർക്ക് ഗ്രീനിഷ് കട്ടി ഇലകളാണ് ഇതിനുള്ളത്. അപ്പം നമ്മുടെ മുറ്റത്തൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ്. തന്നെയല്ല, ഇതിൻ്റെ ഫ്രൂട്ടിനൊരു വയലറ്റ് കളറാണ്, ചെറിയ മഞ്ഞ കളറിൽ ഇപ്പോൾ ഇതിനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഫ്രൂട്ടിനൊരു സ്വീറ്റിഷ് സോർ ടേസ്റ്റാണ് ഉള്ളത്. അപ്പോൾ അതെല്ലാവരും ഇഷ്ടപ്പെടും. അപ്പം നമ്മൾ പുറമേ വയലറ്റ് കളറും തോടിന് വയലറ്റ് കളറും അകത്ത് ഒരു ക്രീമി വൈറ്റ് ഒരു ഫ്ലഷി ആയിട്ടുള്ള സീഡ് പോലിരിക്കുന്നതുമാണ് നമുക്ക് കഴിക്കാനുള്ളത്. അതിൻ്റെ പൾപ്പ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പം നമ്മുടെ നാട്ടിലിത് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും കുഞ്ഞുങ്ങൾക്കിത് കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കൊടുക്കണം. കാരണം ഇത് അവരുടെ ശ്വാസകോശത്തിലേക്ക് കയറി മരണം സംഭവിച്ച ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഇതിൻ്റെ പ്രത്യേക ഡെലിക്കേറ്റ് നേച്ചറും അതുപോലെ സ്പെസിഫിക് ഗ്രോവിങ് കണ്ടീഷനും വെച്ച് ഇതിൻ്റെ വില വളരെ എക്സ്പെൻസീവാണ്. അപ്പം ഇത് നമ്മുടെ നാട്ടിൽ ഇതിപ്പോൾ കോമൺ ആയിക്കൊണ്ടിരിക്കുന്നെങ്കിലും ഇത് പുറം നാടുകളിൽ നിന്ന് എത്തുന്നത് വളരെ കുറവാണ്. കാരണം ഇപ്പം ന്യൂസ് പറയുന്നത്, കാരണം അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഇത് എക്സ്പോർട്ട് ചെയ്യാൻ അവർ അനുമതി കൊടുക്കുന്നില്ല എന്നാണ്. കാരണം അവിടത്തേക്കുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കത്തക്ക അളവിലേ അവിടെയൊക്കെ ഉണ്ടാകുന്നുള്ളൂ. കാരണം അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. കാരണം ഇത് വളർന്ന് പിടിച്ച് ഇതേപോലെ കേടില്ലാതെ കിട്ടാൻ സ്വല്പം ബുദ്ധിമുട്ടുള്ള ഫ്രൂട്ടാണ്. അപ്പോൾ ഇതിന് പറയുന്ന ക്യൂനോ ഫ്രൂട്ടെന്ന് ഇതിനെ വിളിക്കാറുണ്ട്. കാരണം അത്ര ടേസ്റ്റുള്ള ഫ്രൂട്ടാണ്. നമുക്കിന്നിത് ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു ബഡ് തൈ വെച്ചതാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ കായ്കൾ ഇപ്പോൾ ആദ്യമായിട്ട് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ച് നമുക്കിത് പൊട്ടിച്ചെടുക്കാം. പാകമായി പെട്ടെന്ന് അത് റൈപ്പാവാൻ തുടങ്ങിയപ്പോഴത്തേക്കും എല്ലാം ഒരുപോലെ വന്നു. അപ്പോൾ പെട്ടെന്ന് പൊഴിഞ്ഞ് താഴേക്ക് വീഴുകയാണ്. നമുക്ക് അത് പൊട്ടിച്ചെടുക്കാം. ആദ്യമായിട്ട് പിടിച്ചത് കൊണ്ടാവും ഇത് സ്വല്പം ചെറുപ്പമുണ്ട്, ചെറിയ സൈസാണ്. അപ്പോൾ ഞാൻ നേരത്തെ പിച്ചി കഴിച്ചുമ്പോൾ നല്ല തേൻ മധുരമാണ്. ഇതാ കണ്ടില്ലേ, ഇതേപോലെയാണ് ഇതിൻ്റെ കളർ ചെയ്തത്. അപ്പോൾ ഇത് നല്ല നിന്ന് പഴുത്തതാണ്. നമുക്കിത് പൊട്ടിച്ചെടുക്കാം. കണ്ട, സിമ്പിളാണ്. തൊട്ട ഉടനെ ഇങ്ങനെ പിടിച്ചു വരും. കണ്ട, അതേപോലെ നല്ല ഭംഗിയാണ്. മുകളിലിങ്ങനെ അത്തപ്പൂക്കളം ഇടുന്നത് പോലെ 4 ചെറിയ ലീഫ് കണ്ട. എന്നിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ എടുക്കാം. കുറേ പൊഴിഞ്ഞ് വീണ് പോയി നേരത്തെ തന്നെ. ഞാൻ ഇത്തിരി വീഡിയോ എടുക്കാൻ താമസിച്ചു പോയി, ഇത്തിരി തിരക്കിലായി പോയതുകൊണ്ട് കേട്ടോ. കണ്ട, ഇപ്പം ഞാൻ ഇത്രയുമാണ് പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ ഇത് പഴുത്ത് കഴിയുമ്പോഴുള്ള കളറാണ് ഇത്, വൈൻ റെഡ് കളർ. അപ്പോൾ കുറച്ചും കൂടി ദിവസം നിൽക്കുകയാണെങ്കിൽ ഇതൊരു ബ്ലാക്കിഷ് കളറിലേക്ക് അങ്ങ് മാറും. കണ്ടില്ലേ, ഡാർക്ക് വയലറ്റ് ചേർന്ന ഒരു ബ്ലാക്ക്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കളർ. അപ്പോൾ ഈ ഫ്രൂട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മിറക്കിൾ ഫ്രൂട്ട് തന്നെയാണ്. അപ്പോൾ ഇതിന് ആൻറ്റി ക്യാൻസറസ് ഒരു എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റായ സാന്തൈൻസ്, അപ്പോൾ അതാണ് ഇത് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ വൈറ്റമിൻസൊക്കെ ഇത് റിച്ചാണ്. അതുകൊണ്ടാണ് ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് പറയുന്നത്. കാരണം ഇതിൽ ഏറ്റവും നല്ല മൂലകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ്. നമ്മുടെ ദേഹത്തൊക്കെ നീർവീഴ്ചയുണ്ടെങ്കിൽ അത് തടയാൻ ഈ ഫ്രൂട്ട് കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതുപോലെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെയൊക്കെ ഇത് നറിഷ് ചെയ്യും. അപ്പം നമ്മുടെ മുടി വളരാനും ഇത് നല്ലതാണ്. അപ്പോൾ മുടിയൊക്കെ കുറവുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് കഴിക്കുമെങ്കിൽ നല്ല ഷൈനി ആയിട്ടുള്ളത്, നല്ല ഗ്രോവിങ്, നല്ല ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാനും ഇത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്തിന് ഇത് വളരെ നല്ലതാണ്. കാരണം ഇതിൽ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളിത് കഴിക്കുമ്പോൾ ഇത് നമ്മുടെ ഗ്യാസ്ട്രിക് സിസ്റ്റത്തിനെ പെർഫെക്റ്റായിട്ട് കൊണ്ടുപോകാൻ നന്നായിട്ട് സഹായിക്കും. അതുപോലെ പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് നന്നായിട്ടിരിക്കാൻ ഇത് സഹായിക്കും. പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള ചില മൂലകങ്ങൾ നമ്മുടെ സ്കിന്നിലുള്ള ഇൻഫെക്ഷനെയൊക്കെ തടയാൻ നന്നായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോഴത്തേക്കിന് ഈ ഇൻറ്റേർണലി പൾപ്പ് കഴിക്കുന്നു, അതുപോലെ എക്സ്റ്റേണലി ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് സ്കിൻ ഡിസീസൊക്കെ വരുമ്പോഴത്തേക്കിന് ഇതിൻ്റെ തോട് ഉണക്കിപ്പൊടിച്ച് ഹണിയുമായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് പുരട്ടി കഴിഞ്ഞാൽ പ്രത്യേകതരം സ്കിൻ ഡിസീസൊക്കെ മാറാനത് നന്നായിട്ട് സഹായിക്കും. നമുക്കിനി 1 കപ്പ് മംഗോസ്റ്റിൽ, അതായത് 190 ഗ്രാമിൽ എന്തൊക്കെയാണ് മിനറൽസും വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ളതെന്ന് നോക്കാം. ഏകദേശം 1 കപ്പിൽ നമുക്ക് കാർബ് 35 ഗ്രാമുണ്ട്, ഫൈബേഴ്സ് 3.5 ഗ്രാം,
അതുപോലെ തന്നെ ഫാറ്റ് വളരെ കുറവാണ്, 1 ഗ്രാമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് നമ്മൾ കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബാഡ് കൊളസ്ട്രോളിനെ കുറച്ച് നിർത്താൻ സഹായിക്കും. അതായത് LDLനെയും ട്രൈഗ്ലിസറൈഡിനെയൊക്കെ കുറച്ച് നിർത്തിയിട്ട് നമുക്ക് ഹാർട്ട് ഡിസീസൊക്കെ വരുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. അപ്പോൾ ഇതിൽ പ്രോട്ടീന് 1 ഗ്രാം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ B1, B2, B9, അതായത് ഫോളേറ്റും തൈമിൻസും റൈബോഫ്ലേവിനും നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതിൽ ചെറിയ തോതിൽ മഗ്നീഷ്യവും മാംഗനീസും കോപ്പറും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മംഗോസ്റ്റിനെ എങ്ങനെ കഴിക്കണമെന്ന് നോക്കാം. മംഗോസ്റ്റിൻ നമ്മൾ ഫ്രഷായിട്ട് തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഹെൽത്തി ആയിട്ടുള്ളവർ 2 എണ്ണമൊക്കെ എടുക്കാൻ ഡെയിലി, അല്ല ഡയബറ്റിക് ആയിട്ടുള്ളവരാണെങ്കിൽ 1 എണ്ണമൊക്കെ വെച്ച് എടുക്കുക. പിന്നെ നമുക്ക് അത് ജ്യൂസ് ഫോമിലാക്കി കിട്ടാറുണ്ട്, അതുപോലെ ഫ്രോസൺ ഫോമിൽ, അതുപോലെ ക്യാൻഡ് ഫോമിലൊക്കെ ആക്കി കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വിദേശ രാജ്യങ്ങളിലാണ് കൂടുതലായിട്ട് അങ്ങനെ കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ പൗഡേർഡ് ഫോമിലും കിട്ടാറുണ്ട്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറം തൊലി ഉണക്കി പൊടിച്ച് നമുക്ക് മാർക്കറ്റിൽ കിട്ടാറുണ്ട്. സ്കിൻ ഡിസീസിനൊക്കെ അത് നല്ലതാണ്. അതുപോലെ തന്നെ ക്രീമും ഇറങ്ങിയിട്ടുണ്ട്, മംഗോസ്റ്റിൻ ചേർന്ന ക്രീമും ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പം ഇതുപോലെ തന്നെ ഉപയോഗിക്കുക. അപ്പം തീർച്ചയായിട്ടും സ്ഥലമുള്ളവർ വീട്ടുമുറ്റത്തൊരു മംഗോസ്റ്റിൻ വെച്ച് പിടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാഴ്ചയ്ക്കും ഭംഗി, നമുക്ക് ഗുണമുള്ള ഫ്രൂട്ട്സും കിട്ടാനത് നന്നായിട്ട് സഹായിക്കും. അപ്പം നമ്മൾ ശരിക്കും മാർക്കറ്റിൽ നിന്ന് എല്ലാം കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ പലതും ഇങ്ങനെ വാങ്ങാറുമ്പോൾ കെമിക്കൽ അടിച്ചും, അതുപോലെ തന്നെ ഇതിന് തോട് ഉണ്ട് എന്ന് കെമിക്കലില്ല എന്ന് വെച്ച് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഇത് പിടിച്ചു തുടങ്ങുമ്പോൾ തന്നെ വലിയ പഴമായി മാറാനും അതുപോലെ കേട് വരാതിരിക്കാനും പല കെമിക്കൽസും ആദ്യം തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ വീട്ടുമുറ്റത്താണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നുമില്ല, സേഫാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. പാഴ്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് സമയം കളയാതെ ഇതുപോലെ നമുക്ക് ഉപയോഗം തരുന്ന, അതായത് നമ്മുടെ ഉപയോഗത്തിന് പറ്റിയ പഴച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നിർത്തുക. അത് കാഴ്ചയ്ക്ക് ഭംഗിയാണ്, നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടണം. വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ.